നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് തീർച്ചയായിട്ടും ഇറാനിലേക്ക് തന്നെയാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക തങ്ങളുടെ F-35 യുദ്ധവിമാനങ്ങൾ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയുടെ ലക്ഷ്യം അത് തീർച്ചയായിട്ടും ഇറാൻ തന്നെയാണ്. ഇറാനും ആക്രമണ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആയിരക്കണക്കിന് കോമ്പാക്ട് ഡ്രോണുകളാണ് സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനിടെ തുർക്കിയുടെ പ്രസിഡന്റായിട്ടുള്ള തയ്യബ് എർദോഗാനും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിനോടും അതുപോലെ തന്നെ തുർക്കിയുടെ പ്രസിഡന്റിനോടും ഇപ്പോൾ സംസാരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, തുർക്കി എന്ന് പറയുന്നത് ഒരു നാറ്റോ അംഗരാജ്യമാണ്. ഒരു നാറ്റോ അംഗരാജ്യമായിട്ടുള്ള തുർക്കി അവർക്ക് ഇറാനുമായിട്ടും വളരെ ശക്തമായ രീതിയിലുള്ള ബന്ധമുണ്ട്. തുർക്കി അമേരിക്കയോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള യുദ്ധസന്നാഹങ്ങൾ, ആക്രമണത്തിനായിട്ടുള്ള ഇത്തരം തയ്യാറെടുപ്പുകളും അത് സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നാണ് ഇപ്പോൾ തുർക്കി അമേരിക്കയോട് പറയുന്നത്. അതായത് അമേരിക്ക തങ്ങളുടെ പവർ പ്രൊജക്ഷൻ അത് കുറയ്ക്കണമെന്ന് തന്നെയാണ് തുർക്കി ആവശ്യപ്പെടുന്നത്. അതായത് തുർക്കിക്ക് വ്യക്തമായിട്ട് അറിയാം, അതായത് ഈ ഒരു മേഖലയിൽ, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് അമേരിക്കയോ അതുപോലെ തന്നെ ഇറാനെയോ മാത്രമായിരിക്കുകയില്ല ബാധിക്കുന്നത്. ആ ഒരു റീജിയനെ മൊത്തം തന്നെ ഈ ഒരു യുദ്ധം അത് ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തുർക്കി ഈ വിഷയത്തിൽ കാര്യമായി തന്നെ ഇടപെടുന്നത്. മറ്റൊരു വാർത്ത, ജെറുസലേം പോസ്റ്റ് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ മാധ്യമം തന്നെയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇസ്രയേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് IDF അതായത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് ഒഫീഷ്യലായി സമ്മതിച്ചിരിക്കുകയാണ് ഗസയിൽ 70,000-ലധികം നിവാസികൾ കൊല്ലപ്പെട്ടു എന്ന്. ഈ ഒരു വാർത്തയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇസ്രയേൽ ആദ്യമായിട്ടാണ് ഈ 70,000 പേരുടെ കണക്ക് അത് ഒഫീഷ്യലായിട്ട് പുറത്തു വിടുന്നത്. ഇതിനു മുമ്പ് IDF ഇത്തരം രീതിയിലുള്ള ഒരു കണക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത്തരമൊരു പ്രസ്താവന ആദ്യമായി IDF നടത്തിയതിന് ശേഷം അവർ പറയുന്നൊരു കാര്യം, ഗസയിൽ ആരും പട്ടിണി കിടന്ന് മരണപ്പെട്ടിട്ടില്ല എന്നാണ്. അതായത് 1,12,000-ലധികം ട്രക്കുകളിൽ ഭക്ഷ്യധാന്യങ്ങൾ ഗസയിലേക്ക് അയച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പട്ടിണി മരണം ഗസയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ ഹമാസിന്റെ ഹെൽത്ത് മിനിസ്റ്റർ പറയുന്ന അവരുടെ കണക്കുകൾ പ്രകാരം പറയുന്നതനുസരിച്ച് ഏകദേശം 400-ലധികം പേർ പട്ടിണി മൂലം മാത്രം ഗസയിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ്. കൂടാതെ തന്നെ നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഗസയിൽ പട്ടിണി മൂലം മരണം ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. IDF പുറത്തുവിട്ടിട്ടുള്ള കണക്ക് മാത്രമല്ല, യഥാർത്ഥ കണക്ക് ഇനിയും പുറത്തു വരാനുണ്ട് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തലുകൾ വരുന്നത്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കൻ പ്രതിരോധ മന്ത്രിയാണ് ഇത് സംബന്ധിച്ചൊരു പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇറാൻ ആണവായുധം ഉണ്ടാക്കരുത്, ഇറാൻ അത് ഉണ്ടാക്കാനായി ശ്രമിച്ചാൽ അമേരിക്ക എന്തും ചെയ്യുമെന്നാണ് ഇപ്പോൾ ഒരു പ്രസ്താവന പുറത്തു വരുന്നത്. അമേരിക്ക വെറും ഒരു മുന്നറിയിപ്പ് മാത്രമല്ല ഇപ്പോൾ നൽകുന്നത്. വിവിധ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ ഭാഗത്തേക്ക് അമേരിക്കയുടെ പടക്കപ്പലുകൾ എത്തുന്നു എന്ന് തന്നെയാണ്. അത് ഇറാൻ ഇത്തരം ഒരു നീക്കത്തോട് പ്രതികരിച്ചത് ഇത്തരം ഭീഷണികളൊന്നും തന്നെ തങ്ങളോട് വേണ്ട എന്ന് തന്നെയാണ്. അമേരിക്കൻ നീക്കങ്ങളെ ഇറാൻ സൂക്ഷ്മമായി തന്നെയാണ് ഇപ്പോൾ നിരീക്ഷിക്കുന്നത്.